നിങ്ങൾക്ക് ഡോക്ടർ എസ് സന്തോഷ് കുമാറിനെ അറിയാം. ഈ അടുത്ത കാലം വരെ ഗസയിൽ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം മനുഷ്യക്കുരി നടക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളൊക്കെ കാണാൻ ദൗർഭാഗ്യം ഉണ്ടായ ഒരു ഡോക്ടറാണ് ഇദ്ദേഹം ഗസയിലെ വംശഗതിയുടെ നേർക്കാഴ്ച ഒരു ചിത്ര പ്രദർശനമായി കോഴിക്കോട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ഗസയിലെ UN എമർജൻസി മെഡിക്കൽ ടീമിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്ന ഡോക്ടർ എസ് സന്തോഷ് കുമാറിൻ്റെ ഫോട്ടോ പ്രദർശനം. മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനമാണ് അദ്ദേഹം അവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് ദുരനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഡോക്ടർ സന്തോഷ് കുമാർ. ഗസയിൽ ഏകദേശം 3 തവണയായി 220 ദിവസം സന്നദ്ധ പ്രവർത്തനവുമായി ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഉണ്ടായിരുന്നു. ഇക്കാലയളവിൽ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഓരോ ചിത്രങ്ങളിലുമുള്ളത്. അവസാനത്തെ ആകാശം എന്ന പേരിലാണ് മൊബൈലിൽ പകർത്തിയ 60-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. ഗസയിലെ ജീവിത കാഴ്ചകൾ ഓരോന്നും ഈ ചിത്രങ്ങൾ പറഞ്ഞു തരുന്നു. ആശുപത്രികളിൽ പരുക്കുമായി എത്തുന്ന രോഗികൾ, തകർന്നടിഞ്ഞ ആശുപത്രികൾ, ഭക്ഷണത്തിനും വെള്ളത്തിനുമായുള്ള നീണ്ട നിര, ഇതെല്ലാം ഈ ചിത്രങ്ങളിലുണ്ട്. നമ്മൾ കാണുന്നത് പുറത്ത് പറയുക, ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ കണ്ട കാര്യങ്ങൾ പറയുക. അപ്പോൾ അതൊക്കെ ശരിയോ തെറ്റോ അതിനപ്പുറത്തേക്ക് കണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ വശങ്ങൾ വാസ്തവത്തിൽ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സംഘടിപ്പിക്കും. അത് ഫോട്ടോ മാത്രമല്ല, ഫോട്ടോയുടെ കൂടെ കുറിപ്പുകളുണ്ട്. ഫോട്ടോയുമായി ഫോട്ടോയുടെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഫോട്ടോസ് ഉള്ളത്. ഒരു 2-വേ കമ്മ്യൂണിക്കേഷനാണുള്ളത്. പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയാണ് സംഘാടകർ. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 22-ന് സമാപിക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.